നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവാസികളുള്ളതാണ്. ഈ പ്രവാസികൾ നമ്മുടെ നാട്ടിൽ നന്നായി ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അധികം ബാങ്ക് ഡെപ്പോസിറ്റുകളിലും അതുകൂടാതെ ഷെയർസിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവർക്കൊക്കെ എന്തെങ്കിലും ടാക്സ് ബെനിഫിറ്റ് ഇന്ത്യയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ അധികം പ്രവാസികളുള്ളത് മിഡിൽ ഈസ്റ്റിലാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ഒരുവിധ എല്ലാ രാജ്യങ്ങളായിട്ട് നമുക്ക് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് പ്രകാരം ഈ പ്രവാസികൾക്ക് എന്തൊക്കെ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിവിഡൻഡിന്റെ ഇൻകം റിസീവ് ചെയ്യുന്ന ഒരു പ്രവാസിയാണെങ്കിൽ, ആൾ സൗദിയിലുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ സൗദിയിൽ ടാക്സ് റെസിഡന്റ് ആണെങ്കിൽ ആൾക്ക് 5% ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ആള് ഒമാനിലാണെങ്കിൽ അത് 12.5% ടാക്സ് കൊടുക്കുന്നത്. വേറെയുള്ള മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളിലും 10% കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇന്ത്യയിലത്തെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അതാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് ഡിവിഡൻഡിനെ സംബന്ധിച്ചുള്ളത്. ഇനി നിങ്ങൾ ബാങ്കിൽ FD ഇട്ടുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിലോ, അതിൽ UAE ആണെങ്കിൽ 12% ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഒഴിവാകാം. ഇനി ബാക്കിയുള്ള UAE ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളാണെങ്കിൽ അത് 10% ഉള്ളത്. ബഹ്റിനായിട്ട് നമുക്ക് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇല്ല. അപ്പോൾ ബഹ്റിനിലുള്ള പ്രവാസികൾക്ക് ഈ ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഏത് രാജ്യത്തെ റെസിഡന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് അത് എടുക്കാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. അതിന് കുറച്ചൊരു ചെലവുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.